അതുപോലെ ഈ വിഷയം അഹ്ലുസുന്നക്കടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ മറ്റൊരു ആലിമാണ് ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ല. ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി അജ്വീബത്തുന അലൽ അസ്ഇലത്തുൽ കുവൈത്തിയ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ യൂട്യൂബിൽ ലഭ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മസ്അല അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നക്കടയിൽ സംഭവിച്ചതാണ്. ഗാറത്തുൽ അശ്രിത എന്ന കിതാബിൽ ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ റഹിമഹുല്ല പറഞ്ഞു, قد اختلف أهل السنة أنفسهم في هذه القضية في شأن العذر بالجهل في التوحيد. ഷെയ്ഖ് മുഖ്ബിലിന്റെ സംസാരമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നക്കടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഉദ്ർ ബിൽ ജഹൽ എന്ന മസ്അലയിൽ, അഥവാ അറിവില്ലായ്മ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൽ ഉദ്ർ നൽകുമോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലദി യൽഹർ, ഷെയ്ഖിനെ ബോധ്യപ്പെടുന്നത് അന്നഹു യുഅ്ദറു ബിൽ ജഹൽ, അറിവില്ലായ്മ കാരണത്താൽ, ജഹൽ കാരണത്താൽ ഒഴിവ് നൽകപ്പെടും എന്നതാണ് ഷെയ്ഖിന്റെ അഭിപ്രായം എന്ന് ഷെയ്ഖ് ആ കിതാബിൽ പറയുന്നു. ഞാൻ ഇതും പറഞ്ഞതിന്റെ ഉദ്ദേശം മസ്അല ഏത് തർജീഹ് ചെയ്യുക എന്നത് പറയാനല്ല, മറിച്ച് മസ്അലയിൽ അഹ്ലുസുന്നക്കടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ആരാ പറയുന്നത്? ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതൻ, അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഈ റിസാല അർക്കാനുസ്സലാ എന്ന് പറയുന്ന റിസാല ശർഹ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞു, ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കടയിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നു. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലയും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായി ചില റസായിലുകളിൽ ഷെയ്ഖ് ബിൻ ബാസ് നൽകിയിരിക്കുന്ന മുഖദ്ദിമയിലൂടെ വ്യക്തമാണ്. അത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അദ്ദേഹത്തിന്റെ ഈ റിസാലയിലും പറയുന്നുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലക്കും അറിയാമായിരുന്നു. ഞാൻ ഈ വിഷയങ്ങളൊക്കെ, ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് അഹ്ലുസുന്നക്കടയിൽ നടന്ന അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം ഇവിടെ നാം നോക്കേണ്ടത്, ഈ പണ്ഡിതന്മാർ ഇവർ ഈ മസ്അല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായി കൈകാര്യം ചെയ്തു. ഇൽമിയായ മസ്അല അവർ സംസാരിച്ചു, അവിടെ നിർത്തി. ഇവിടെ ഈ വിഷയം മനസ്സിലായോ? ഉദ്ർ ബിൽ ജഹൽ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഫിത്ന, അഥവാ ഒരാൾ മനസ്സിലാക്കാണ് ഉദ്ർ ഇല്ല, ആ വ്യക്തി ആ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നിർബന്ധിക്കുകയാണ്. ആ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരെ കുറ്റം പറയുകയാണ്. ആ അഭിപ്രായം സ്വീകരിച്ചില്ല എങ്കിൽ ആ വ്യക്തി തക്ഫീറിനെ അല്ലെങ്കിൽ ഖബറാരാധനയെ, തൗഹീദിനെതിരായ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് പറയുകയാണ്. ഈ ഒരു രീതി പ്രിയപ്പെട്ടവരെ സലഫികളിലേക്ക് എപ്പോഴാണ് വന്നത്? ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം.